എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇർഫാൻ ആലമിൻ്റെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സമ്മാൻ റിക്ഷാസിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സജഷൻസ് ഒരു ഇമെയിലായിട്ടോ ഒരു ലെറ്ററായിട്ടോ ചോദിക്കാം. ഇമെയിലിൻ്റെ ഫോർമാറ്റ് നമ്മൾ കഴിഞ്ഞ വർഷമുള്ള വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. CC BCC സബ്ജക്റ്റ് വരുന്ന സ്ഥാനത്ത് നമ്മൾ എഴുതേണ്ടത് സജഷൻസ് ടു റീമോഡിഫൈ സമ്മാൻ റിക്ഷാസ്. സജഷൻസ് ടു റീമോഡിഫൈ സമ്മാൻ റിക്ഷാസ് 2 എന്നുള്ളിടത്ത് irfanalam@gmail.com എന്ന് എഴുതുക, അല്ലെങ്കിൽ sammanrikshaas@gmail.com എന്ന് എഴുതുക. സബ്ജക്റ്റിൻ്റെ അവിടെ സജഷൻസ് ടു ഇംപ്രൂവ് അല്ലെങ്കിൽ സജഷൻസ് ടു റീഡിസൈൻ സമ്മാൻ റിക്ഷാസ് എന്ന് എഴുതുക. എന്തൊക്കെ സജഷൻസാണ്? ഒരു ഇമെയിൽ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം നോക്കുക. നമ്മൾ ആദ്യം ഇർഫാൻ ആലമിനെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം. ഐ കൺഗ്രാജുലേറ്റ് യു ഓൺ യുവർ വെഞ്ചർ വിത്ത് സമ്മാൻ റിക്ഷാസ്. സമ്മാൻ റിക്ഷാസുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ ചെയ്ത പ്രവർത്തനങ്ങളെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഐ കെയിം ടു നോ ദാറ്റ് the R&D wing of Samman, R&D wing എന്ന് വെച്ചാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്. I came to know that the research and development wing of Samman Rickshaws are searching for new ideas to remodify the rickshaws. റിക്ഷാസിനെ റീമോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മാന്റെ R&D വിങ് കൂടുതൽ ഐഡിയാസ് സെർച്ച് ചെയ്യുന്നു എന്ന് ഞാൻ അറിയാനിടയായി. സോ ഐ ഹാവ് a few suggestions to make. എനിക്ക് കുറച്ച് സജഷൻസ് ഉണ്ട്. I have a few suggestions to make. നോക്കുക, ഫസ്റ്റ് സജഷൻ, the inside setting of the rickshaw can be changed. ഇൻസൈഡ് സെറ്റിംഗ് മാറ്റാം, so that passengers get more space. പാസഞ്ചേഴ്സിന് കൂടുതൽ സ്പേസ് കിട്ടുന്ന രീതിയിൽ ഇൻസൈഡ് സെറ്റിംഗ്സ് മാറ്റണം. The inside settings can be changed in such a way that passengers get more space. പാസഞ്ചേഴ്സിന് മോർ സ്പേസ് കിട്ടുന്ന രീതിയിൽ ഇൻസൈഡ് സെറ്റിംഗ്സ് മാറ്റുക. അടുത്തത്, പാനൽസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ പ്രൈവസി ഓഫ് പാസഞ്ചേഴ്സ്. പാസഞ്ചേഴ്സിന്റെ പ്രൈവസിക്ക് വേണ്ടി പാനൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പാനൽസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ പ്രൈവസി ഓഫ് പാസഞ്ചേഴ്സ്. The seats can be made of cushion and as pushback. Seats cushion വെച്ചിട്ടുണ്ടാക്കാം, push back seats വെക്കാനായിട്ട് പറ്റും. The seats can be made of cushion and as pushback seats. Then low floor rickshaws can be introduced for the convenience of the aged people and children. കുട്ടികളുടെയും പ്രായമുള്ള ആളുകളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ലോ ഫ്ലോർ റിക്ഷ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലോ ഫ്ലോർ റിക്ഷാസ് കുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ കൺവീനിയൻസ് ഓഫ് ദ ഏജ്ഡ് പീപ്പിൾ ആൻഡ് ചിൽഡ്രൻ. അടുത്ത പോയിന്റ് നോക്കുക, ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് ബോർഡ്സ് ക്യാൻ റീപ്ലേസ് ദ ഓർഡിനറി റിട്ടേൺ പോസ്റ്റേഴ്സ്. ചുമ്മാതെ എഴുതിയ പോസ്റ്റേഴ്സ് അല്ലെ ഫ്ലെക്സ് വെക്കുന്നതിന് പകരം ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് ബോർഡ്സ് വെക്കാനായിട്ട് പറ്റും. ഇപ്പൊ അത് കോമൺ ആണ് എങ്കിലും നമുക്കൊരു സജഷൻ ആയിട്ട് പറയാം, ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് ബോർഡ്സ് ക്യാൻ റീപ്ലേസ് ദ ഓർഡിനറി റിട്ടേൺ പോസ്റ്റേഴ്സ് എന്നുള്ളൊരു ഐഡിയ. ദെൻ എ ഡിജിറ്റൽ TV ക്യാൻ ബി പ്ലേസ്ഡ് അറ്റ് ദ ബാക്ക് സൈഡ് ഫോർ അഡ്വർടൈസ്മെന്റ് പർപ്പസ്. അഡ്വർടൈസ്മെന്റ് പർപ്പസിന് വേണ്ടി ബാക്ക് സൈഡിൽ ഒരു ഡിജിറ്റൽ TV വെക്കാമെന്നുള്ള പോയിന്റ് പറയാം. എ ഡിജിറ്റൽ TV ക്യാൻ ബി പ്ലേസ്ഡ് അറ്റ് ദ ബാക്ക് സൈഡ് ഫോർ അഡ്വർടൈസ്മെന്റ് പർപ്പസ്. ദെൻ റേഡിയോ, വൈഫൈ റൂട്ടർ, ഫാൻസ്, ഫോൺ ചാർജിംഗ് ഡോക്സ്, FM all can be attached to the rickshaw. A radio can be installed, a Wi-Fi router can be installed, fan, phone charging dock, such facilities could be provided in order to attract passengers. Then a water purifier can be installed or drinking water facility can be provided free of cost. Drinking water facility free ആയിട്ട് provide ചെയ്യാൻ പറ്റും. Then rickshaws could be used as parcel carriers. റിക്ഷാസിനെ പാഴ്സൽ കാരിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് സമ്മാൻ ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്സ് ഓൺ സൂപ്പർ മാർക്കറ്റ്സ്. സമ്മാന് സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം, ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. സോ സമ്മാൻ ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്സ് ഓൺ സൂപ്പർ മാർക്കറ്റ്സ് ആൻഡ് റിക്ഷാസ് ക്യാൻ ബി യൂസ് ആസ് പാഴ്സൽ കാരിയേഴ്സ് ഓർ ഡെലിവറി വെഹിക്കിൾസ് ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സമ്മാൻ ക്യാൻ പ്രൊവൈഡ് ഇറ്റ്സ് ഓൺ ടൂറിസ്റ്റ് ഗൈഡ്സ്. സമ്മാന് സ്വന്തമായിട്ട് ടൂറിസ്റ്റ് ഗൈഡ്സിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സമ്മാൻ ക്യാൻ പ്രൊവൈഡ് ഇറ്റ്സ് ഓൺ ടൂറിസ്റ്റ് ഗൈഡ്സ്. Then Samman can start its own school to educate the children of the rickshaw pullers. Samman can start its own school to educate the children of the rickshaw pullers. Rickshaw pullers-ന്റെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മാന് സ്വന്തം സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് വെൻ വി ആർ റെഡി ടു ബ്രിങ് ഇൻ മോർ ചേഞ്ചസ്, കൂടുതൽ മാറ്റങ്ങൾ കൺക്ലൂഷനായിട്ട് എഴുതുന്ന പോയിന്റ് ആണ്. കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറാണെങ്കിൽ റിക്ഷാസ് വിൽ കണ്ടിന്യൂ ടു ബി ദ പോപ്പുലർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡായിട്ട് റിക്ഷാസ് കണ്ടിന്യൂ ചെയ്യും. ഇഫ് വി ആർ റെഡി ടു ബ്രിങ് ഇൻ മോർ ചേഞ്ചസ്, കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ റിക്ഷാസ് വിൽ കണ്ടിന്യൂ ടു ബി എ പോപ്പുലർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. റിക്ഷാസ് ഒരു പോപ്പുലർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടായിട്ട് എന്നും കണ്ടിന്യൂ ചെയ്യും.
എന്ന് നമുക്ക് എഴുതാം. സോ ദിസ് ഈസ് സജഷൻസ് ടു റീമോഡിഫൈ സമ്മാൻ റിക്ഷാസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദീദി എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദീദിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും, ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചോദിച്ചാലും ഈ പറയുന്ന പോയിന്റ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഫോക്കസ് ഏരിയ അല്ല എന്ന് വെച്ച് പഠിക്കാതെ പോകരുത്. സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. മാത്രമല്ല ഷഹീൻ മിസ്ട്രി എന്ന് പറയുന്ന മഹതിയായ ആ സ്ത്രീയെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സിലബസിൽ അത് പഠിക്കാൻ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകളെ പറ്റി അറിയുവാനും അവരോടൊക്കെ നമുക്കൊരു ബഹുമാനം തോന്നാനും ഒക്കെ അതൊരു കാരണമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് പഠിക്കുക. നോക്കുക, ദീദി എന്നുള്ള ചാപ്റ്ററാണ്. ഷഹീൻ മിസ്ട്രിയെ പറ്റി പറയുകയാണ്. ഷി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് എബ്രോഡ്. വിദേശത്ത് ജനിച്ച് വളർന്ന ഒരു കുട്ടിയാണ് ഷഹീൻ. കുട്ടിയായിരുന്നപ്പോൾ വിദേശത്താണ് ജനിച്ച് വളർന്നത്. ഷി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് എബ്രോഡ് ആൻഡ് ഡ്യൂറിങ് ഹെർ ചൈൽഡ്ഹുഡ് ഷി വുഡ് റൈറ്റ് നോട്ട്സ് ആൻഡ് പോയംസ് ഇൻ ഹെർ ഡയറി. ഡ്യൂറിങ് ഹെർ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലത്ത് ഷി വുഡ് റൈറ്റ് പോയംസ് ആൻഡ് നോട്ട്സ് ഇൻ ഹെർ ഡയറി. അവളുടെ ഡയറിയിൽ പോയംസ് നോട്ട്സ് എഴുതുമായിരുന്നു. വാട്ട് ഡസ് ഇറ്റ് ഷോ? അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ഷോസ് ദാറ്റ് ഷീ യൂസ് ടു ബി ആൻ ഇൻ്റലിജൻറ്റ് ഗേൾ, ഷീ യൂസ് ടു ബി എ ക്രിയേറ്റീവ് ഗേൾ. അവൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ലേഡി, ഒരു ഗേൾ ആയിരുന്നു കുട്ടിക്കാലത്ത് തന്നെ ഷഹീൻ മിസ്ട്രി. ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്, സിൻസ് ഹർ ഫാദർ വാസ് എ ബാങ്കർ, അച്ഛൻ ഒരു ബാങ്കർ ആയിരുന്നു. ഹി ഹാഡ് ടു മൂവ് സിറ്റീസ്. അദ്ദേഹത്തിന് പല രാജ്യങ്ങളിലെ പല സിറ്റികളിൽ നിന്നും പല സിറ്റികളിലേക്ക് മൂവ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഷീ കുഡ് സ്റ്റഡി ഇൻ സോ മെനി ഇന്റർനാഷണൽ സ്കൂൾസ്. ഒരുപാട് ഇന്റർനാഷണൽ സ്കൂൾസിൽ പഠിക്കാനുള്ളൊരു അവസരം ആർക്ക് കിട്ടി? ഷഹീൻ മിസ്ട്രിക്ക് കിട്ടി. സോ സിൻസ് ഹർ ഫാദർ വാസ് എ ബാങ്കർ ഷീ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി ഇൻ സോ മെനി ഇന്റർനാഷണൽ സ്കൂൾസ്. ഒരുപാട് ഇന്റർനാഷണൽ സ്കൂൾസിൽ പഠിക്കാനായിട്ടൊരു അവസരം ഷഹീൻ മിസ്ട്രിക്ക് കിട്ടി. വൈ? ബിക്കോസ് ഹർ ഫാദർ വാസ് എ banker who had to move cities, and during her weekends she would spend her time in the orphanages, at the orphanages. ഓർഫനേജുകളിലാണ് വീക്കെൻഡ്, ശനിയും ഞായറും അവധി ദിവസങ്ങളിൽ ഷഹീൻ മിസ്ട്രി കുട്ടിക്കാലം ചെലവഴിച്ചത്. അച്ഛൻ കൊണ്ടുവിടും, അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, അവിടുത്തെ കാര്യങ്ങൾ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവിടുമായിരുന്നു. നമ്മുടെ ജീവിതം മെച്ചപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് വല്ലപ്പോഴും ഓർഫനേജുകളിൽ പോയി അവിടെ സർവീസ് ചെയ്യുക എന്നുള്ളത്. സോ ഷീ വുഡ് ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗോ ടു ഓർഫനേജസ് ഡ്യൂറിംഗ് വീക്കെൻഡ്സ്. And during her summer holidays, she would come to India to stay with her grandparents. സമ്മർ ഹോളിഡേയ്സിൽ ഇന്ത്യയിലേക്ക് വരും. എന്തിനാ? ടു സ്റ്റേ വിത്ത് ഹെർ ഗ്രാൻഡ് പേരൻസ്. ഗ്രാൻഡ് പേരൻസിനോടൊപ്പം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. And she would volunteer the activities of the Happy Home and the School for the Blind. ഹാപ്പി ഹോമും സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഒന്ന് ബ്ലൈൻഡിന് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ രണ്ട് സ്ഥലത്തെയും ആക്ടിവിറ്റീസിനെ വോളണ്ടിയർ ചെയ്യാനുള്ള ഒരു അവസരം ഷഹീൻ മിസ്ട്രിക്ക് കിട്ടി. ആൻഡ് ദിസ് പ്രൊവൈഡഡ് ഹെർ ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി മോർ അബൌട്ട് ലൈഫ്, ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ലൈഫ്. ലൈഫിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഷഹീൻ മിസ്ട്രിക്ക് സാധിച്ചു. ഒന്നുകൂടെ നോക്കിക്കേ. ഷഹീൻ മിസ്ട്രി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് abroad. During her childhood, she would write poems and notes in her diary. She had been a brilliant and a creative girl. Since her father had been a banker who had to move cities, she could study in a lot of international schools. And during her weekends, she would spend time in the orphanages. And during her summer holidays, she would come to India to stay with her grandparents. And she would get the opportunity to volunteer the activities of the Happy Home and the School for the Blind. This provided her an opportunity to understand more about life. കഴിഞ്ഞില്ല, ബാക്കിയുണ്ട്, നോക്കാം. Her experiences in India made her think about the inequalities that existed in the country. അപ്പോൾ ഇന്ത്യയിലെ എക്സ്പീരിയൻസ് അവരെ തിങ്ക് ചെയ്യിപ്പിച്ചു. എന്തിനെ പറ്റി? about the inequalities that existed in the country. ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻഇക്വാളിറ്റിയെ പറ്റി അവരെ കൊണ്ട് തിങ്ക് ചെയ്യിപ്പിച്ചു. So her experiences in India made her think about the inequalities that existed in India. എന്തൊക്കെ inequalities ആ? First one, she would live in a rich and prosperous house. ഷഹീൻ മിസ്ട്രി ജീവിക്കുന്നത് വളരെ റിച്ച് ആയിട്ടും പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു വീട്ടിലാണ്. whereas children of her same age would live in slums. അവളുടെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ സ്ലംസിലാണ് ജീവിക്കുന്നത്. ഷഹീൻ മിസ്ട്രി would live in a rich and prosperous house, whereas children of her same age they would live in slums. Second one, she would travel in an air conditioned car. ഷഹീൻ മിസ്ട്രി എയർ കണ്ടീഷൻഡ് കാറിലാണ് ട്രാവൽ ചെയ്യുന്നത്. whereas children of her same age would beg around the streets.
സ്ട്രീറ്റ്സിൽ ബെഗ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് അവളുടെ സെയിം ഏജിലുള്ള കുട്ടികൾ. ഷഹീൻ മിസ്ട്രി വുഡ് ട്രാവൽ ഇൻ ആൻ എയർ കണ്ടീഷൻ കാർ വേർ ആസ് ചിൽഡ്രൻ ഓഫ് ഹർ സെയിം ഏജ് വുഡ് ബെഗ് അറൗണ്ട് ഇൻ ദ സ്ട്രീറ്റ്സ്. Then she got an opportunity to study in international schools. ഇന്റർനാഷണൽ സ്കൂൾസിൽ പഠിക്കാനുള്ള വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഷഹീൻ മിസ്ട്രിക്ക് കിട്ടിയത്. Where as children in the slums, they didn't have the opportunity to go to school. സ്കൂളിൽ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിയിരുന്നില്ല. ഷഹീൻ മിസ്ട്രി got an opportunity to study in different international schools, whereas children in the slums, they wouldn't have the opportunity to go to school. She would see piles of wasted food at a friend's party. ഒരു ഫ്രണ്ടിന്റെ പാർട്ടിയിൽ കൂന കൂട്ടിയിട്ടിരിക്കുന്ന വേസ്റ്റ് ഫുഡ് അവർ കാണും. Whereas അതേ സ്ഥാനത്ത് ചിൽഡ്രൻ ഇൻ ദ സ്ലംസ് വുഡൻ ഹാവ് ഫുഡ്. കുട്ടികൾ, സ്ലംസിലെ കുട്ടികൾക്ക് അല്ലെ പീപ്പിൾ ഇൻ ദ സ്ലംസ്, സ്ലമ്മിലെ ആളുകൾക്ക് ദേ വുഡൻ ഹാവ് ഇനഫ് ഫുഡ്. അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടാറില്ല. സോ ദീസ് സൈറ്റ്സ്, ഈ കാഴ്ചകളൊക്കെ മെയ്ഡ് ഹെർ തിങ്ക് ദാറ്റ്, അവരെ കൊണ്ട് ചിന്തിപ്പിച്ചു, if she stayed in India, ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ her life would be different. Her life would be different. So seeing all this, ഇതെല്ലാം കണ്ട് she decided to stay in India. അവർ ഇന്ത്യയിൽ താമസിക്കുവാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ അതിന് പേരൻസിന്റെ പെർമിഷൻ വേണം. ഹെർ പേരൻസ് എഗ്രീഡ് ഓൺ 2 conditions. പേരൻസ് എഗ്രി ചെയ്തത് 2 കണ്ടീഷന്റെ പുറത്താണ്. കണ്ടീഷൻ നമ്പർ 1, ദാറ്റ് ഷീ ഷുഡ് ഗെറ്റ് അഡ്മിഷൻ ഇൻ ടു എ ഗുഡ് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജ്. നല്ലൊരു അണ്ടർ ഗ്രാജുവേറ്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കാമെന്നുള്ള ഒന്നാമത്തെ കണ്ടീഷൻ. ആൻഡ് ദാറ്റ് ഷീ ഷുഡ് ഗോ ബാക്ക് ടു ദ US ഫോർ ഹെർ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷന് വേണ്ടി US തിരിച്ചു പോകാമെന്നുള്ള രണ്ടാമത്തെ ഉറപ്പിന്റെയും പുറത്താണ് മാതാപിതാക്കള് ഇവിടെ പഠിക്കുവാനായിട്ട് ഷഹീൻ മിസ്ട്രി, ഇവിടെ സ്റ്റേ ചെയ്യുവാനായിട്ട് ഷഹീൻ മിസ്ട്രിയെ സമ്മതിച്ചു. So when she lived in India, she came across the adversities of people, the inequalities that existed in the country. And the inequalities, she lived in a rich and prosperous house, whereas children in the slums, they didn't have proper houses. She got an opportunity to study in international schools, whereas children in the slums wouldn't go to school. She traveled in an air conditioned car, whereas children in the slums would beg around in the streets. She would see piles of wasted food at a friend's party, whereas the people in the slum wouldn't have enough food. So seeing all this, she decided to stay back in India so that her life would be different. തൻ്റെ ജീവിതം കൊണ്ട് ഒത്തിരി പേർക്ക് പ്രയോജനം ഉണ്ടാവുന്ന കണ്ട് ഇന്ത്യയിൽ താമസിക്കുവാനായിട്ട് ഷഹീൻ മിസ്ട്രി തീരുമാനിച്ചു. ഹെർ പേരൻസ് എഗ്രീഡ് ഓൺ 2 conditions. പേരൻസ് എഗ്രി ചെയ്തത് 2 കണ്ടീഷന്റെ പുറത്താണ്. കണ്ടീഷൻ നമ്പർ 1, ദാറ്റ് ഷീ ഷുഡ് ഗെറ്റ് ആൻ അഡ്മിഷൻ ഇൻ ടു ഗുഡ് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജ്. നല്ലൊരു അണ്ടർ ഗ്രാജുവേറ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നുള്ള ഒരു ഉറപ്പ്. 2, ദാറ്റ് ഷീ ഷുഡ് ഗോ ബാക്ക് ടു ദ US ഫോർ ഹെർ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ US തിരിച്ചു പോകാമെന്നുള്ള ഉറപ്പിലുമാണ് ഇന്ത്യയിൽ താമസിക്കാൻ സമ്മതിച്ചത്. ബാക്കിയുണ്ട്, കഴിഞ്ഞില്ല. ബാക്കി നോക്കാം. ഷഹീൻ മിസ്ട്രി got admission into St. Xavier's College. So her parents agreed on 2 conditions, that she should get an admission into a good undergraduate college. So she managed to get admission into St. Xavier's College. St. Xavier's College admission കിട്ടി. Soon she realized that, പെട്ടെന്ന് തന്നെ അവർക്ക് തിരിച്ചറിയാൻ പറ്റി, the education system in India is bookish. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ബുക്കിഷ് ആണെന്ന് അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. So she started moving around slums. അവർ സ്ലംസിൽ കൂടി നടക്കാൻ തുടങ്ങി. She got acquainted with a girl named Sandhya. സന്ധ്യ എന്ന പേരുള്ള ഒരു പെങ്കൊച്ചുമായിട്ട് പരിചയപ്പെട്ടു. She lived in a slum. അവൾ ഒരു സ്ലമ്മിലെ ഒരു വീട്ടിലാണ് അവൾ താമസിച്ചിരുന്നത്. And the children around would assemble in that house. അവിടെയുള്ള കുട്ടികളെല്ലാം ആ വീട്ടിൽ അസംബിൾ ചെയ്യും. കോളിംഗ് മിസ്ട്രി ദീദി, ദീദി എന്ന് വിളിച്ചുകൊണ്ടാണ് അവരെല്ലാം അവിടെ അസംബിൾ ചെയ്യുന്നത്. ആൻഡ് ദീദി സ്റ്റാർട്ടഡ് ടീച്ചിങ് ദം. ദീദി അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. എന്താ? ബേസിക് ഇംഗ്ലീഷ്, കുറച്ച് ഇംഗ്ലീഷ്, എ ഫ്യൂ സോങ്സ്, കുറച്ച് പാട്ട്, ബേസിക് മാത്സ്, കുറച്ച് മാത്സ് ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. സോ ഷഹീൻ മിസ്ട്രി ഗോട്ട് അഡ്മിഷൻ ഇൻ ടു സെന്റ് സേവിയേഴ്സ് കോളേജ് ആൻഡ് ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ US. In India, the system was bookish. So she started moving around the slums. She got acquainted with a girl named Sandhya, and the children in that street, in that slum, would assemble at her house. And Shaheen Mistry started teaching them basic English, a little math, and a few songs. Akamsha came into existence with the idea that Akamsha എങ്ങനെയാണ് എക്സിസ്റ്റൻസിലേക്ക് വന്നത്? Akamsha was born out of the simple idea that Akamsha was born out of the simple idea that India had people who could teach. ഇന്ത്യയിൽ പഠിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. സ്പേസസ് that could be utilized as classrooms. ക്ലാസ് റൂമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന സ്പേസസ് ഉണ്ട്. ആൻഡ് പീപ്പിൾ
with which we could educate all children. എല്ലാ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ആവശ്യമായ ആളുകളുണ്ട്. So India has fund to educate all children. India has space to educate all children. India has people who could teach. ഇന്ത്യയിൽ പഠിപ്പിക്കാൻ ഉതകുന്ന ആൾക്കാരുണ്ട്. So Akamsha was born out of the simple idea that India had people who could teach, spaces that could be utilized as classrooms, and funds to educate all children. എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ ആവശ്യമായ ഫണ്ട്സും ഉണ്ട്. But they wanted a center, a classroom space. അവർക്കൊരു classroom space വേണം. So she started searching for a classroom and she approached nearly 20 schools. She started searching for a classroom. ഒരു ക്ലാസ് വേണ്ടി സെർച്ച് ആരംഭിച്ചു. And she approached nearly 20 schools. ഏതാണ്ട് 20 സ്കൂളുകളെ അവൾ അപ്രോച്ച് ചെയ്തു. And most of the schools rejected for silly reasons. വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കൂടുതൽ സ്കൂളുകാരും ഇവരെ റിജക്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെ റീസൺസാ പറഞ്ഞത്? ദാറ്റ് the daughters of fishermen would scratch their desks. അല്ലെങ്കിൽ the bangles worn by the fishermen daughters would scratch their desk. ഫിഷർമെൻ്റെ മക്കള് ധരിക്കുന്ന വള കൊണ്ട് അവരുടെ ഡെസ്ക് സ്ക്രാച്ച് ആവും. They would spread diseases. ഈ കുട്ടികൾ ഡിസീസ് സ്പ്രെഡ് ചെയ്യും. And some of them even said that teaching them would be way too revolutionary. അങ്ങ് വലിയ revolutionary movement ആയി പോകും എന്ന് പറഞ്ഞ് കളിയാക്കി. So she approached nearly 20 schools for getting a classroom space, and most of them rejected for the most illogical reasons. Finally, the principal of Holy Name School at Colaba agreed to give them a classroom space. അങ്ങനെ കൊളാബയിലെ ഹോളി നെയിം സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഒരു ക്ലാസ് റൂം സ്പേസ് കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ദാറ്റ് ബിക്കെയിം ദ ഫസ്റ്റ് ആകാംക്ഷ സെൻറ്റർ. അത് ആദ്യത്തെ ആകാംക്ഷ സെൻറ്റർ ആയിട്ട് മാറുകയും ചെയ്തു. ആൻഡ് വോളണ്ടിയേഴ്സ് വെർ മൊബിലൈസ്ഡ് ഫ്രം സെൻറ്റ് സേവിയേഴ്സ്. സെൻറ്റ് സേവിയേഴ്സിന് വോളണ്ടിയേഴ്സിനെ മൊബിലൈസ് ചെയ്തു. ദേ പ്രിപ്പയർഡ് എ സിലബസ്. ദ സിലബസ് ഇൻക്ലൂഡ് വാട്ട്? ബേസിക് ഇംഗ്ലീഷ്, ലിറ്റിൽ മാത്സ്, എ ഡാഷ് ഓഫ് വാല്യൂസ്, കുറച്ച് മൂല്യങ്ങൾ, സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് കോൺഫിഡൻസ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയ ഒരു സിലബസ് പ്രിപ്പയർ ചെയ്തു. ആൻഡ് look at this, from a single classroom with 15 children, 15 കുട്ടികളുള്ള ഒരു സിംഗിൾ ക്ലാസ് റൂമിൽ നിന്ന് ആകാംക്ഷ grew into 58 centers and 6 schools with more than 3,500 children. 58 centers, സ്വന്തമായിട്ട് 6 സ്കൂൾസ്, ഏതാണ്ട് 3,500 പരം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളായിട്ട് മാറി. ഇത് പഴയ കണക്കാണ്, 8-10 വർഷം മുമ്പുള്ള കണക്കാണ്. ഇപ്പോൾ അതിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ആകാംക്ഷയുടെ പേര് ടീച്ച് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷനാണത്. നമുക്കൊക്കെയും ഡിഗ്രി കഴിഞ്ഞാൽ പഠിപ്പിക്കാനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഓർഗനൈസേഷനായിട്ട്. അത് വലിയൊരു സർവീസ് ചെയ്യുന്ന മഹത്തരമായൊരു സ്ഥാപനമാണ്. വളരെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികളെ എടുത്ത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം. അത്തരത്തിലൊക്കെ ജോലി ചെയ്യാനായിട്ടൊക്കെ അവസരം കിട്ടിയാൽ, അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ സാധിച്ച് സെലക്ഷൻ കിട്ടിയാൽ തീർച്ചയായിട്ടും പോവുക. അത് നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഷഹീൻ മിസ്റ്റയെ പോലുള്ളൊരു മഹത്വതിയായ സ്ത്രീയെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ പോലും അതൊരു വലിയ ഭാഗ്യമായിരിക്കും. അത്ര വലിയ മാറ്റം ഒരുപാട് പാവപ്പെട്ട കുട്ടികളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ച ഒരു മഹതിയായ വനിതയാണ് ഷഹീൻ മിസ്രി. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കുക. എന്തെങ്കിലുമൊക്കെ ചോദ്യത്തിന് ബേസ് ചെയ്ത് ചോദിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ലാസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്റേഴ്സാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എന്നുള്ള ചാപ്റ്ററിൻ്റെ സമ്മറി ലാസ്റ്റ് യൂണിറ്റാണ്. ഒരു ചോദ്യമൊക്കെ ചോദിക്കാം. എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി ഇതിൽ നിന്ന് ചോദിക്കാം. അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. സമ്മറി ഇതിനെ ബേസ് ചെയ്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസിന് ഈ സമ്മറിയിലെ പോയിൻറ്റ്സ് യൂസ് ചെയ്യുക. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ഇറ്റ് ഈസ് എ സറ്റൈറിക്കൽ സ്റ്റോറി ഓൺ എ സൊസൈറ്റി വിച്ച് ഹാസ് റോങ് കോൺസെപ്റ്റ്സ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് മെൻറ്ററിങ്. എഡ്യൂക്കേഷനെ പറ്റിയും ചൈൽഡ് മെൻറ്ററിങ്, കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനെ പറ്റിയും തെറ്റായ കോൺസെപ്റ്റുകളുള്ള ഒരു സമൂഹത്തെ പറ്റിയുള്ള ഒരു സ്റ്റോറിയാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ഇറ്റ് ഈസ് എ സ്റ്റോറി, ഇറ്റ് ഈസ് എ സറ്റൈറിക്കൽ സ്റ്റോറി, ആക്ഷേപഹാസ്യമാണ്. ഇറ്റ് ഈസ് എ സറ്റൈറിക്കൽ സ്റ്റോറി ഓൺ എ സൊസൈറ്റി വിച്ച് ഹാസ് റോങ് കോൺസെപ്റ്റ്സ് ഓൺ ചൈൽഡ് മെൻറ്ററിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഈസ് എ ടീച്ചർ. സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടർ ഒരു ടീച്ചറാണ്. ഹു ടീച്ചേഴ്സ് ദ സൺ, ദ ഓൺലി സൺ ഓഫ് എ കപ്പിൾ. ഒരു കപ്പിളിൻ്റെ ഒരേ ഒരു മകനെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ഈ കഥയിലെ സെൻട്രൽ ഫിഗർ. ദ സെൻട്രൽ ഫിഗർ ഇൻ ദ സ്റ്റോറി ഈസ് എ ടീച്ചർ ഹു ടീച്ചേഴ്സ് ദ ഓൺലി സൺ ഓഫ് എ കപ്പിൾ. The couple pamper him too much and provide him
all the facilities. ഈ കപ്പിളിൻ്റെ പ്രത്യേകത എന്താ? ദേ പാമ്പർ ഹിം ടു മച്ച്. മകനെ അങ്ങ് ആകെ പാമ്പർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് പ്രൊവൈഡ് ഹിം ഓൾ ദ ഫെസിലിറ്റീസ്. അവനുള്ള എല്ലാ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യും. ദേ ഈവൻ ബിൽഡ് എ നഴ്സറി ഫോർ ഹിം. അവന് വേണ്ടി സ്വന്തമായിട്ട് ഒരു നഴ്സറി വരെ അവർ പണി. ആൻഡ് അപ്പോയിൻറ്റ് എ ടീച്ചർ ദെയർ. അവർ ആ ടീച്ചറിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. നോക്കിക്കേ, the central character in the story is a teacher who teaches the only son of a couple. The couple pamper their son too much and they provide him all the facilities. They make a nursery for him and appoint a teacher there. They give advice to the teacher on how the boy should be mentored. കുട്ടി എങ്ങനെ മെൻറ്റർ ചെയ്യപ്പെടണമെന്ന് ടീച്ചറിന് അഡ്വൈസ് ചെയ്യുകയാണ് പേരൻസ് ചെയ്യുന്നത്. They give advice to the teacher on how the boy should be mentored. ബോയ് എങ്ങനെ മെൻറ്റർ ചെയ്യപ്പെടണമെന്നുള്ള അഡ്വൈസ് ടീച്ചറിന് കൊടുക്കണം, ടീച്ചറിനെ ഉപദേശിക്കുകയാണ്. They even act as സൈക്കോളജിസ്റ്റ് ആണെന്നുള്ള മട്ടിലാണ് അവരുടെ പെരുമാറ്റമൊക്കെ. The teacher has to consider the boy as a toy made of thin glass. വളരെ കട്ടി കുറഞ്ഞ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു ടോയ് ഹാൻഡിൽ ചെയ്യുന്ന പോലെ വേണം ടീച്ചർ കുട്ടിയെ ഹാൻഡിൽ ചെയ്യാൻ. The teacher has to consider the boy as a toy made of thin glass. തിൻ ഗ്ലാസ് കൊണ്ടുള്ളൊരു ടോയ് മാതിരിയാണ് ടീച്ചർ കുട്ടിയെ നോക്കേണ്ടത്. And the child has no interest. The teacher has no interest to teach the child. കുട്ടിയെ പഠിപ്പിക്കാൻ ടീച്ചറിന് ഒരു താല്പര്യവും ഇല്ല. കാരണം ഇങ്ങനെയൊക്കെയാണ്, ബുദ്ധിമുട്ടാണ്. The teacher has no interest to teach the student, but there is one reason why he continues. That is the 30 rupees they pay him on the 1st of every month. എല്ലാ മാസത്തിൻ്റെ 1-ാം തീയതി അവർ ആ ടീച്ചറിന് കൊടുക്കുന്ന 30 rupees കാരണമാണ് അദ്ദേഹം വരുന്നത്. He has no interest to teach the child, but he continues only because of the 30 rupees that they pay for him on the 1st of every month. അതുകൊണ്ടാണ് ടീച്ചർ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി കുട്ടിയുടെ കാര്യം എടുത്താലോ? The boy has no interest in studies. കുട്ടിക്ക് സ്റ്റഡീസിൽ ഒരു താല്പര്യവും ഇല്ല. He has no interest in studies, but the system compels him to study. സിസ്റ്റം അവനെ നിർബന്ധിക്കുക. അവന് താല്പര്യമൊന്നുമില്ല, but the system compels him to study. അവനെ പഠിക്കാൻ സിസ്റ്റം കമ്പൽ ചെയ്യുകയാണ്. And the teacher wants to complete the lessons for the fear of the parents. പേരൻസിനെ പേടിച്ചിട്ട് ടീച്ചറിന് പാഠം തീർക്കുകയും വേണം. എന്നാൽ കുട്ടിയോട്ട് പഠിക്കത്തതുമില്ല. പിന്നെ എങ്ങനെ പാഠം തീർക്കാനാണ്? So the teacher wants to complete the lessons for the fear of the parents. പേരൻസിനെ പേടിച്ചിട്ട് ടീച്ചറിന് ക്ലാസ് തീർക്കണമെന്നുണ്ട്, പോർഷൻ തീർക്കണമെന്നുണ്ട്. One day എന്ത് സംഭവിക്കും? One day the teacher happens to beat the child. ദേഷ്യം വന്നിട്ട് ടീച്ചർ ചൈൽഡിനെ ബീറ്റ് ചെയ്യും, അടിക്കും. And his cheeks turn red. അവൻ്റെ ചീക്സ്, കവിളുകൾ ചുമക്കും. One day the teacher happens to beat the child and his cheeks turn red. അവൻ്റെ ചീക്സ് റെഡ് ആവുകയാണ്. The boy threatens the teacher to stop the lessons. പയ്യൻ ടീച്ചറിനെ ത്രട്ടൺ ചെയ്യും. എന്തിന്? പാഠം നിർത്തിക്കണം. സാർ പഠിപ്പീര് പരിപാടി ഇവിടെ നിർത്തിക്കോ. The boy threatens the teacher to stop the lessons. പഠിപ്പീര് നിർത്താനായിട്ട് ത്രട്ടൺ ചെയ്യുകയാണ്. The teacher is forced to act as the boy plays as the station master when the boy plays with his rail set. പയ്യൻ റെയിൽ സെറ്റ് കൊണ്ട് കളിക്കുമ്പോൾ ടീച്ചർ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ആക്ട് ചെയ്യേണ്ടി വരികയാണ്. The teacher is forced to act as a station master when the boy plays with his rail set. The teacher is forced to act as the station master when the boy plays with his rail set. ബോയ് റെയിൽ സെറ്റ് കൊണ്ട് കളിക്കുമ്പോൾ ടീച്ചർ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ആക്ട് ചെയ്യേണ്ടി വരികയാണ്. The teacher feels desperate out of his position. തൻ്റെ സ്ഥാനം ഓർത്ത് ടീച്ചറിന് നിരാശ തോന്നുകയാണ്. The teacher feels desperate out of his position. And finally, when the parents ask about his studies, the boy falls in trouble. പഠിത്തത്തെ പറ്റി പേരൻസ് ചോദിക്കുമ്പോൾ പയ്യൻ അപകടത്തിൽപ്പെടും. ആൻഡ് ദ ടീച്ചർ റെസ്ക്യൂസ് ഹിം ഫ്രം ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ നിന്ന് ടീച്ചർ അവനെ രക്ഷപ്പെടുത്തുകയാണ്. സോ സമ്മറിയാണ്. ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി നിങ്ങൾക്ക് തന്ന നോട്ട്സിലുണ്ട്, അത് വായിച്ച് പഠിക്കുക. ഓക്കെ. എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷോർട്ട് നോട്ടാണ് അടുത്തത് പഠിക്കുന്നത്. ഇതൊക്കെ ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്പീച്ച് ആയിട്ടോ അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് ആയിട്ടോ ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്.
പഠിച്ചു വെച്ചാൽ നമുക്ക് ഉപകാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ നീഡ് ഓഫ് പ്രൊട്ടക്ടിങ് ദി എൻവയോൺമെന്റ്. The earth is our mother. A lot of animals and plants live on the surface of the earth and all have equal rights on the earth. The earth is our mother. ഭൂമി നമ്മുടെ അമ്മയാണ്. A lot of animals and plants live on the surface of the earth. ഭൂമിയുടെ സർഫസിൽ ഒരുപാട് ആനിമൽസും പ്ലാന്റ്സും ജീവിക്കുന്നുണ്ട്. And all have equal rights on the earth. എല്ലാത്തിനും എർത്തിന് മേലെ ഈക്വൽ റൈറ്റ്സ് ആണുള്ളത്, തുല്യ അവകാശമാണുള്ളത്. The earth is our mother. A lot of animals and plants live on the surface of the earth. All have equal rights on the earth. God has made man. God made man in His own image and made him the master of the earth. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അദ്ദേഹത്തിന്റെ ഇമേജിലാണെന്ന് പറഞ്ഞത്. ദൈവം എന്നുള്ളതുകൊണ്ടാണ് എച്ച് ക്യാപിറ്റൽ എഴുതിയിരിക്കുന്നത്. God created man in His own image. തന്റെ സ്വന്തം രൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. And made him the master of the earth. മനുഷ്യനെ ഭൂമിയുടെ മാസ്റ്റർ ആക്കി. God created man in His own image and made him the master of the earth. എന്തായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം? God's intention was that man has to protect the earth and the animals and plants living on it. മനുഷ്യൻ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യണം, അവിടെ ജീവിക്കുന്ന മറ്റ് ജീവജാലങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നായിരുന്നു ദൈവത്തിന്റെ ഇന്റൻഷൻ. God created man in His own image and made him the master of the earth. God's intention was that man has to protect the environment and the living beings in it. But instead of doing his duty, what is he doing? He is destroying the habitat of other animals and plundering the resources. Man മറ്റ് ആനിമൽസിന്റെ ഹാബിറ്റാറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുകയും റിസോഴ്സസ് പ്ലണ്ടർ ചെയ്യുകയും ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. Instead of doing his duty, man is destroying the habitat and is plundering the resources. Instead of doing his duty, man is destroying the habitat of other animals and is plundering the resources. Man is denying the right of other animals to live peacefully on the earth. എർത്തിൽ പീസ്ഫുൾ ആയിട്ട് ജീവിക്കുവാനുള്ള മറ്റു ജീവജാലങ്ങളുടെ റൈറ്റിനെയാണ് മനുഷ്യൻ ഡിനൈ ചെയ്യുന്നത്. God created man in His own image and made him the master of the earth. God's intention was that man has to protect the environment and the living beings in it. But instead of doing his duty, he is destroying the habitat of other animals and is plundering the resources. Man is denying the right of other animals to live peacefully on the earth. And the last point, we can't survive a minute without oxygen. Oxygen ഇല്ലാതെ ഒരു മിനിറ്റ് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. But we are polluting the air. പക്ഷെ നമ്മൾ എയറിനെ പൊല്യൂട്ട് ചെയ്യുകയാണ്. We cannot live a minute without oxygen, but we are polluting the air. We cannot survive without water for a day, but we are contaminating it. വെള്ളം ഇല്ലാതെ ഒരു ദിവസം പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ആ വെള്ളത്തെ കണ്ടാമിനേറ്റ് ചെയ്യുകയാണ്. We are destroying the earth and the resources for future. ഭാവിയിലേക്കുള്ള റിസോഴ്സസിനെയും എർത്തിനെയും നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുകയാണ്. We are destroying the earth and the resources for future. If we do not become judicious in using the resources, യൂസ് ചെയ്യുന്നതിൽ നമ്മൾ ജുഡീഷ്യസ് ആവുന്നില്ല എങ്കിൽ our life itself would end up in danger. നമ്മുടെ ജീവിതം അപകടത്തിലായിരിക്കും അവസാനിക്കുക. നോക്കിക്കേ, we cannot survive a minute without oxygen, but we are polluting the air. We cannot survive a day without water, but we are contaminating it. We are destroying the earth and plundering the resources for future. If we do not become judicious in using the resources, our life would end up in danger. The earth is our mother. A lot of animals and plants live on the surface of the earth. All have equal rights on the earth. God created man in His own image and made him the master of the earth. God's intention was that man has to protect the environment and the living beings in it. But instead of doing his duty, he is destroying the habitat of other animals and is plundering the resources. Man is denying the right of other animals to live peacefully on the earth. We cannot survive a minute without oxygen, but we are polluting the air. We cannot survive a day without water, but we are contaminating it. We are destroying the earth and the resources for future.
if we do not become judicious in using the resources, our life itself would end up in danger. വളരെ സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് നോട്ടാണ്. ഇതേപോലെ പഠിക്കുക, ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മുടെ എൻവയോൺമെന്റ് ബന്ധപ്പെട്ടുള്ള ഷോർട്ട് എസ്സേ ഡിസ്കസ് ചെയ്തു. അതേപോലെ വങ്കാരി മാലയുടെ ചാപ്റ്ററിന്റെ ഒരു ബേസിക് സമ്മറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ക്വിക്കായിട്ട് നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം. When a sapling is planted is the Nobel Prize acceptance speech. Nobel Prize receive ചെയ്തുകൊണ്ട് നടത്തുന്ന സ്പീച്ച് ആരുടെ? ബൈ വങ്കാരി മാല. വങ്കാരി മാലയുടെ Nobel Prize acceptance speech ആണ് when a sapling is planted എന്നുള്ള our extract. When a sapling is planted is the Nobel Prize acceptance speech made by Wangari Maathai, and she received the prize on behalf of the people of Kenya, Africa, especially the women and the girl child. അവർ പ്രൈസ് റിസീവ് ചെയ്യുന്നത് ആർക്ക് വേണ്ടി, ആരുടെ പേരിലാണ്, ആരുടെ നാമത്തിലാണ്? ഓൺ പീപ്പിൾ ഓഫ് കെനിയ, കെനിയയിലെ ആളുകൾ, ഓൺ ആഫ്രിക്ക, ആഫ്രിക്കയിലെ ആളുകൾ, ആൻഡ് എസ്പെഷ്യലി വിമൻ ആൻഡ് ഗേൾ ചൈൽഡ്, പ്രത്യേകിച്ച് സ്ത്രീകളും പെൺകുട്ടികളും. Her inspiration came from her childhood experiences. വങ്കാരി മാലയെ പോലെ ഒരാൾക്ക് അത്രയും മഹത്വവതിയായ അറിയപ്പെടുന്ന ഒരാളായി മാറാൻ കഴിഞ്ഞത് മഹത്തായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ്. അത്തരം മഹത്തായ പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് അവർക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് അവരുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസിൽ നിന്നാണ്. വങ്കാരി മാലയെ got her inspiration from her childhood experiences. എന്തായിരുന്നു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്? She witnessed the changes that happened around her over the years. തനിക്ക് ചുറ്റും ഉണ്ടാവുന്ന ചേഞ്ചസ്, വർഷങ്ങൾ എടുത്തുണ്ടാവുന്ന ചേഞ്ചസ് അവര് വിറ്റ്നസ് ചെയ്തു. She witnessed the changes that happened around her over the years. Over the years. എന്തൊക്കെ ചേഞ്ചസ് ആണ്? Forests were cleared. Forests were cleared. കാട് വെട്ടി നശിപ്പിക്കപ്പെട്ടു. And commercial plantations replaced the growing of household food crops. ഹൗസ്ഹോൾഡ് ഫുഡ് ക്രോപ്സ്, വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷി ചെയ്യുന്ന സ്ഥാനത്ത് കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് വന്നു. ബട്ട് ഇറ്റ് കുഡിന്റ് ബ്രിങ് ദം എനി പ്രോഫിറ്റ്. പക്ഷെ അതിന് അവർക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. ഇറ്റ് ഡിസ്ട്രോയ് ദി എൻവയോൺമെന്റ്. കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് എൻവയോൺമെന്റിനെ ഡിസ്ട്രോയ് ചെയ്തതേ ഉള്ളൂ. ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് ഓൾസോ ചീറ്റഡ് ദം. ഇന്റർനാഷണൽ ട്രേഡ് അവരെ ചീറ്റ് ചെയ്തു. സോ ദേ കുഡിന്റ് മേക്ക് എനി പ്രോഫിറ്റ്. അവർക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. സോ ഫോറസ്റ്റ് വെയർ ക്ലിയർഡ് ആൻഡ് കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് റീപ്ലേസ് ദ ഗ്രോയിങ് ഓഫ് ഹൗസ്ഹോൾഡ് ഫുഡ് ക്രോപ്സ്. Then people themselves undermine the quality of their lives. എല്ലാ സൗകര്യങ്ങളും, നല്ല പ്രകൃതിയും, നല്ല വെള്ളവും, നല്ല ആഹാരവും കിട്ടിക്കൊണ്ടിരുന്നിടത്തുനിന്ന് ഇതെല്ലാം നശിപ്പിച്ച് ഫോറസ്റ്റിനെ ക്ലിയർ ചെയ്ത് കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് കൊണ്ടുവന്നതോടുകൂടി, ഗ്രോയിങ് ഓഫ് ഹൗസ് ഹോൾഡ് ഫുഡ് ക്രോപ്സ് നിന്നതോടുകൂടി ആഹാരം പോലും കിട്ടാത്ത അവസ്ഥയിൽ they undermine the quality of their lives. ആളുകൾ അവരുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിയെ അണ്ടർമൈൻ ചെയ്തു. There was widespread destruction of the. എന്തൊക്കെയാണ് ഡാമേജ്? ഇത് നമുക്ക് ജനറൽ എസ്സേയിൽ എഴുതാൻ പറ്റും എൻവയോൺമെന്റിനെ പറ്റിയുള്ളത്. There was widespread destruction of the ecosystem. ഇക്കോസിസ്റ്റത്തെ വ്യാപകമായിട്ട് ഡിസ്ട്രോയ് ചെയ്യുക. Deforestation, വനനശീകരണം. All these lead to climatic instability. Deforestation-ഉം ഇക്കോസിസ്റ്റം ഡാമേജും കൂടെ ചേരുമ്പോൾ climatic instability വരും. And contamination of soil and the water. മണ്ണും ജലവും എല്ലാം കണ്ടാമിനേറ്റ് ചെയ്യപ്പെടും. So എന്തൊക്കെയാണ് ഇഷ്യൂസ്? The widespread damage of the ecosystem, deforestation, climatic instability, contamination of soil and water, and finally all these lead to excruciating poverty and subsequent riots. ഇതെല്ലാം എവിടേക്ക് നയിക്കും? To excruciating poverty, മാരകമായ പോവർട്ടി, പട്ടിണിയിലേക്ക് നയിക്കും. All these lead to excruciating poverty and subsequent riots. അതിനെ പിന്തുടർന്ന് എന്തുണ്ടാവും? റയറ്റ്സ് ഉണ്ടാവും, ലഹളകൾ ഉണ്ടാവും. All these leads to excruciating poverty and subsequent riots. ഇതെല്ലാം റൈറ്റ്സിലേക്ക് നയിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. Hence, Maade understood that tree planting is the best solution to solve the problem. ഈ പ്രശ്നങ്ങളെ എല്ലാം സോൾവ് ചെയ്യാൻ, പ്രകൃതിയുടെ നാശത്തെയും വനനശീകരണത്തെയും ആഹാരം കിട്ടാത്ത അവസ്ഥയെയും വരുമാനം ഇല്ലാത്ത അവസ്ഥയും എല്ലാം സോൾവ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണെന്ന് മാതെ കണ്ടുപിടിച്ചു? ട്രീ പ്ലാന്റിംഗ് ആണെന്ന് കണ്ടുപിടിച്ചു. മാതെ ഐഡന്റിഫൈഡ് ദാറ്റ് ട്രീ പ്ലാന്റിംഗ് is the best solution to solve the problem. Hence, she started the Green Belt movement in 1977. 1977 Green Belt movement start ചെയ്യുന്നത്. It was started to address the basic needs of women, the basic needs of families. Familiesന്റെ basic needs meet ചെയ്യാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെ ബേസിക് നീഡ്സ്? ഫയർവുഡ്, തീ കത്തിക്കാനുള്ള വിറക്, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, നല്ല ശുദ്ധജലം, ബാലൻസ് ഡയറ്റ്, പോഷകാഹാരം,
shelter and income to sustain their families. So, എന്തൊക്കെയാണ് 5 needs? She started Green Belt movement in 1977 with the aim of addressing the basic needs of women, hence the basic needs of families. എന്തൊക്കെയാണ് familiesന്റെ basic needs? Shelter, food, balanced diets, income, clean drinking water. ഈ കാര്യങ്ങളെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Under the leadership of Green Belt movement, Green Belt movement leadership, they planted over 30 million trees. Massive tree planting was done. Tree planting massive ആയിട്ട് ചെയ്തു and they planted over 30 million trees. 30 million എന്നുവെച്ചാൽ 3 കോടി മരത്തിനടുത്ത് കുറച്ച് വർഷം കൊണ്ട് അവർ നട്ടുപിടിപ്പിച്ചു. So Mahadev started. Mahadev understood that tree planting is the. So which are the problems? The problems were widespread damage of the ecosystem, deforestation, climatic instability, contamination of soil and water, and all these leads to excruciating poverty and subsequent diet പട്ടിണിയിലേക്കും ലഹളകളിലേക്കും നയിക്കുമെന്ന് മനസ്സിലായി. And Mahadev understood that tree planting is the best solution. Was the best solution for this problem? ഈ പ്രോബ്ലത്തിന്റെ best solution tree planting ആണ്. She started the Green Belt movement in 1977. 1977 Green Belt movement start ചെയ്തു. But it was started with the aim of addressing the basic needs of families, especially the basic needs of women. എന്തുകൊണ്ട് സ്ത്രീകളുടെ നീഡായിട്ട് മാറുന്നത്? Because women are the primary caretakers in Africa. ആഫ്രിക്കയിൽ പ്രൈമറി കെയർടേക്കേഴ്സ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സ്ത്രീകളാണ്. ആൻഡ് ദേ ആർ ദ ഫസ്റ്റ് ടു ബിക്കം അവെയർ ഓഫ് എൻവയോൺമെന്റൽ മിസ്മാനേജ്മെന്റ് ആൻഡ് ദ പ്രോബ്ലംസ് അറൌണ്ട്. ചുറ്റുമുള്ള പ്രോബ്ലത്തെ പറ്റിയും എൻവയോൺമെന്റൽ മിസ്മാനേജ്മെന്റിനെ പറ്റി ആദ്യം അവെയർ ആവുന്നത് സ്ത്രീകളാണ്. വിമൻ ആർ ദ ഫസ്റ്റ് ടു ബിക്കം അവെയർ ഓഫ് എൻവയോൺമെന്റൽ മിസ്മാനേജ്മെന്റ് ആൻഡ് ദ പ്രോബ്ലംസ് അറൌണ്ട്. ദാറ്റ് ഈസ് വൈ ഷീ സ്റ്റാർട്ടഡ് ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ടു അഡ്രസ് ദ ബേസിക് നീഡ്സ് ഓഫ് women. And women, it was very easy to convince women also. Okay, so that is why they could plant trees in massive numbers. So over a few years they planted almost 30 million trees, which solved almost all the problems. ഇത് അത്യാവശ്യം എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്തു. Hence the problems of unemployment, തൊഴിലില്ലായ്മ, ബാലൻസ് ഡയറ്റ് ആഹാരമില്ലായ്മ, ഇൻകം വരുമാനം, and shelter. ബാലൻസ് ഡയറ്റിന്റെയും അൺഎംപ്ലോയ്മെന്റിന്റെയും ഇൻകത്തിന്റെ ഷെൽട്ടറിന്റെ എല്ലാം പ്രോബ്ലംസ് സോൾവ് ചെയ്യപ്പെട്ടു. ബട്ട് ഇനിഷ്യലി ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു കൺവിൻസ് പീപ്പിൾ. ആദ്യമൊക്കെ ആളുകളെ കൺവിൻസ് ചെയ്യാനായിട്ട് വളരെ വലിയ പ്രയാസമായിരുന്നു. വൈ? ബിക്കോസ് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ് വാസ് നോട്ട് പോസിബിൾ വിതൗട്ട് എ റെസ്പോൺസിബിൾ ആൻഡ് ഡെമോക്രാറ്റിക് സ്പേസ്. ഒരു ഡെമോക്രാറ്റിക് സ്പേസ് ഇല്ലാതെ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസിന്റെ മാനേജ്മെന്റ് പോസിബിൾ അല്ല. So there should be peace, സമാധാനം ഉണ്ടാവണം. There should be democracy ഉണ്ടാവണം. Then only people would cooperate with them. അങ്ങനെയാണെങ്കിൽ ആളുകൾ ഇവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. At the same time they were not aware of the secrets of the international trade. International tradeന്റെ സീക്രട്സും അവരുടെ ചീറ്റിങ്ങിനെ പറ്റി ആളുകൾക്ക് അറിയില്ല. So these people wanted to convince others that these things were happening around. ഈ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ആളുകളെ ആദ്യം കൺവിൻസ് ചെയ്യേണ്ടി വന്നു. So they wanted a democratic and peaceful space. So Green Belt movement shifted its work towards a democratic and peaceful space. ഒരു ഡെമോക്രാറ്റിക് പീസ്ഫുൾ സ്പേസിലേക്ക് കൂടി ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് അതിന്റെ വർക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ അതുകൂടി ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഒരു ടാസ്ക് ആയിട്ട് മാറി. So they also worked for democracy and peace. And without democracy and peace, sustainable management of resources was not possible. And finally, when she concludes her speech, she asked world leaders to give space for the young people to use their creativity. She asked the world leaders, ലോകത്തിലെ നേതാക്കളോട് അവർ ആവശ്യപ്പെടുകയാണ് to give space for the people. ആളുകൾക്ക് സ്പേസ് കൊടുക്കുക. To give democratic space for people. ആളുകൾക്ക് democratic സ്പേസ് കൊടുക്കുക. To flourish their creativity, അവരുടെ ക്രിയാത്മകതയെ ഫ്ലറിഷ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കാൻ വേൾഡ് ലീഡേഴ്സിനോട് ആവശ്യപ്പെടുന്നു. ആൻഡ് ഷീ ടെൽസ് ദ യങ് പീപ്പിൾ ദാറ്റ് ദേ ആർ ദ വെൽത്ത് ഓഫ് ദ ഫ്യൂച്ചർ. യങ് പീപ്പിളിനോട് അവർ പറയുന്നു, നിങ്ങളാണ് ഫ്യൂച്ചറിന്റെ വെൽത്ത്. സോ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ഹർ സ്പീച്ച് ഷീ റിമൈൻഡ്സ് ദ വേൾഡ് ലീഡേഴ്സ് to give democratic space for people to use their creativity. She also asked young people to use their skills. അതും സംഭവിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കുക. And she concludes her speech by saying that, by reminding us that we are threatening our life support system. നമ്മുടെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തെ ത്രെട്ടൺ ചെയ്യാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അങ്കാരിമാരുടെ സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുന്നത്. She reminds us that we have to stop
ത്രെട്ടനിങ് ദ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തെ ത്രെട്ടൻ ചെയ്യുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പങ്കാളിമാർ നമ്മളെ ഓർമ്മിപ്പിക്കണം. ഇതാണ് when a sapling is planted in the summary main points. Okay.